ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. ഇന്ന് മാർച്ച് 10 ഞായറാഴ്ച. മലയാള മാസം കുംഭം 26. വാർത്തകളിലേക്ക് വിശദമായി. കട്ടപ്പന ഇരട്ട കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നു. വിജയനെ കൊലപ്പെടുത്തത് ഭാര്യയുടെയും മകന്റെയും സഹായത്തോടെയെന്ന് നിതീഷിന് മൊഴി. ഇരുവരെയും പ്രതിചേർത്തിട്ടുണ്ട്. മുഖ്യപ്രതി നിതീഷ് തന്നെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. കൊലപാതക ശേഷം കുഞ്ഞിന്റെ മൃതദേഹം തൊഴുത്തിനുള്ളിൽ കുഴിച്ചുമൂടി. കൊല്ലപ്പെട്ട വിജയന്റെ മൃതദേഹം കണ്ടെത്താൻ കാഞ്ചിയാറിലെ വീടിന് തറ പൊളിച്ച് ഇന്ന് പരിശോധന നടത്തും. രാഹുൽ വിജയ് നൽകും ഇടുക്കിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ. രാഹുൽ, ഈ രണ്ട് കൊലപാതകങ്ങളെ സംബന്ധിച്ച് ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമായി തുടങ്ങുന്നുണ്ട്. എന്താണ് പ്രതി നിതീഷ് ഏറ്റവും ഒടുവിൽ പോലീസിനോട് പറഞ്ഞത്? എന്തിനാണ് ഈ രണ്ട് കൊലപാതകങ്ങളും എന്ന് പ്രതി പറയുന്നുണ്ടോ? ഒപ്പം ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ നടപടികൾ അത് എപ്പോഴാണ്, എങ്ങനെയാണ്? പ്രജിൻ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കട്ടപ്പനയിലെ ഈ രണ്ട് കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. എഫ്ഐആറിൽ അത്തരം പരാമർശങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2014 നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ നിതീഷ്, വിജയന്റെ ഭാര്യ സുമ, മകൻ വിഷ്ണു എന്നിവരാണ് പ്രതികൾ. ഈ വിഷ്ണുവിന്റെ സഹോദരിക്ക് ഉണ്ടായ കുട്ടിയാണ് ഈ കൊല്ലപ്പെട്ടത്. ഈ കുട്ടി ഉണ്ടായതിന്റെ നാണക്കേട് മറയ്ക്കാൻ വേണ്ടിയാണ് കൊലപാതകം എന്നുള്ളതാണ് ഈ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം വീടിനടുത്തുള്ള, അന്ന് അവർ താമസിച്ചിരുന്ന വീടിനടുത്തുള്ള തൊഴുത്തിൽ കുഴിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ എഫ്ഐആറിൽ പറയുന്ന കാര്യം, ഈ വിജയൻ ഈ സമീപകാലത്ത്, അതായത് കഴിഞ്ഞ ആഗസ്റ്റിൽ കൊല്ലപ്പെട്ട വിജയൻ ഈ കുട്ടിയെ, ഈ നവജാത ശിശുവിനെ കാലിൽ തൂക്കി നിതീഷിന്റെ കയ്യിൽ കൊടുത്തുവെന്നും അതിനുശേഷം നിതീഷ് ആ കുട്ടിയെ ശ്വാസം മുട്ടിച്ച്, തലയണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള ഗുരുതരമായിട്ടുള്ള കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം 2023 രണ്ടാമത്തെ കൊലപാതകം നടക്കുന്നത്, വിജയന്റെ കൊലപാതകം നടക്കുന്നത്. അത് ചുറ്റിക കൊണ്ട് തലക്കടിച്ച ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു, ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ നിതീഷിന്റെ സുഹൃത്തായിട്ടുള്ള വിഷ്ണു, അതുപോലെ തന്നെ, അതായത് വിജയന്റെ മകൻ വിഷ്ണു, അതുപോലെ തന്നെ ഭാര്യ എന്നിവർക്കും പങ്കുണ്ട്. ഈ തെളിവ് നശിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇവർക്ക് മേലെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. വിജയൻ പ്രായാധിക്യം മൂലം ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കൊലപാതകത്തിലേക്ക്, അല്ലെങ്കിൽ ഈ വിജയനെ ഇല്ലാതാക്കാൻ വകവരുത്താമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വിഷ്ണു പോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ വിജയനെ ഈ വീട്ടിൽ, നമുക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലാണ് കുഴിച്ചിടുകയും കൊലപ്പെടുത്തിയതിനു ശേഷം കുഴിച്ചിടുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ വീട്ടിൽ വിശദമായ പരിശോധന ഉണ്ടാകും. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ തെളിവെടുപ്പ് നടക്കുക. നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള നിതീഷിനെ രാവിലെ 8 മണിയോടുകൂടിയും ഈ കഞ്ചിയാറിലെ വീട്ടിലേക്ക് എത്തിക്കുകയും അതിനുശേഷം ഈ വീടിന്റെ തറ പൊളിച്ച് പരിശോധന നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ വിവിധ വിഭാഗത്തിൽപ്പെട്ടവർ അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യും. 8 മണിയോടുകൂടി തറ പൊളിച്ച് പരിശോധിക്കാനാണ് നീക്കം. ഇന്നലെ നിതീഷിനെ ആദ്യം കസ്റ്റഡിയിൽ വിട്ടത് മോഷണ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. പിന്നീടാണ് ഈ കൊലപാതക കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത്. 2 കേസുകളാണുള്ളത്. നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസ്, അതുപോലെ തന്നെ വൃദ്ധൻ, അതായത് വിജയനെ കൊലപ്പെടുത്തിയ കേസ്. അങ്ങനെ 2 കേസിലുമായി വീണ്ടും എഫ്ഐആർ ഇട്ടു, കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. 8 മണിയോടുകൂടി ഈ തറ പൊളിച്ചുള്ള പരിശോധന തുടങ്ങും. രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്നും പുതിയ വിവരങ്ങൾ നൽകിയത്. തൃശൂർ വെള്ളികുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. തുടർന്ന് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. 8 വയസ്സുള്ള അരുൺകുമാറിന്റെയും 15 വയസ്സുള്ള സജിക്കുട്ടന്റെയും മൃതദേഹങ്ങളാണ് ഇന്നലെ കാടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത്. കഴിഞ്ഞ 2-ാം തീയതി മുതലാണ് ഇരുവരെയും കാണാതായത്. വ്യാഴാഴ്ചയോടെയാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. മരണത്തിൽ അസ്വാഭാവികത ഉള്ളതിനാൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വന്യജീവി സംഘർഷം പരിഹരിക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുള്ള അന്തർ സംസ്ഥാന യോഗം ഇന്ന്. ബന്ദിപ്പൂരിൽ രാവിലെ 11 മണിക്കാണ് യോഗം ചേരുക. കേരളം, തമിഴ്നാട്, കർണാടക വനമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. വനാതിർത്തിയോട് ചേർന്ന് ജനവാസ മേഖലകളിലെ വന്യജീവികളുടെ ആക്രമണം പ്രതിരോധിക്കുന്നതിനുള്ള സംയുക്ത കർമ്മപദ്ധതി ആവിഷ്കരിക്കുകയാണ് പ്രധാന അജണ്ട. കേരളത്തിൽ നിന്ന് വനമന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ 15 അംഗ സംഘമാണ് യോഗത്തിൽ പങ്കെടുക്കുക. വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെട്ടെന്ന സിറോ മലബാർ സഭ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിലിന്റെ ഇടയലേഖനം ഇന്ന് പള്ളികളിൽ വായിക്കും. ക്രൈസ്തവ സമൂഹം രാജ്യത്ത് വിവേചനം നേരിടുന്നു. ഏകീകൃത കുർബാന വിഷയത്തിൽ മാർപ്പാപ്പയുടെ ഉത്തരവിൽ നിന്ന് ആർക്കും പിന്നോട്ടു പോകാനാവില്ലെന്നും മാർ റാഫേൽ തട്ടിൽ ഇടയലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ.
തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിന്റെ രാജി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെ ബാധിക്കില്ല. അടുത്ത ഞായറാഴ്ചയ്ക്ക് മുൻപ് പ്രഖ്യാപനം നടത്തുന്ന വിധത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ഈ മാസം 12-ന് അരുൺ ഗോയലിന്റെ നേതൃത്വത്തിൽ നിശ്ചയിച്ചിരുന്ന കശ്മീർ സന്ദർശനവും മുൻ നിശ്ചയപ്രകാരം നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്തും. സംസ്ഥാനത്തെ ഏറ്റവും ആകാംക്ഷയേറിയ ത്രികോണ പോരാട്ടത്തിന്റെ പ്രചാരണ ചൂടിലാണ് തലസ്ഥാനം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ ഇന്ന് എത്തുന്നതോടെ വീറും വാശിയും നിറയും. നേരത്തെ പ്രചാരണ രംഗത്ത് കളം പിടിച്ച പന്ന്യൻ രവീന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനുമൊപ്പം ഓടിയെത്തുകയാണ് ശശി തരൂരിന് മുൻപിലുള്ള വെല്ലുവിളി. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് 2 ദിവസമായെങ്കിലും UDF സ്ഥാനാർത്ഥി ശശി തരൂർ മണ്ഡലത്തിലെത്തിയിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തോടെ മണ്ഡലത്തിലെത്തുന്ന ശശി തരൂർ നാളെയോടെ പ്രചരണം ആരംഭിക്കുമെന്നാണ് UDF നേതൃത്വത്തിന്റെ അറിയിപ്പ്. LDFനും BJPക്കുമൊപ്പം പ്രചരണത്തിൽ ഓടിയെത്താനാകും ഇനി UDF ക്യാമ്പിന്റെ ശ്രമം. നേരത്തെ തന്നെ ചുവരെഴുത്തുകൾ ആരംഭിച്ചതും MP എന്ന നിലയിലെ 15 വർഷത്തെ ഇടപെടലും കൊണ്ടുതന്നെ അതിനെ മറികടക്കാമെന്നാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തായ മണ്ഡലം തിരികെ പിടിക്കാൻ LDF ഇതിനകം അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. മുൻ MPയും ജനകീയനുമായ പന്ന്യൻ രവീന്ദ്രൻ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു റൗണ്ട് പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു. മുന്നണിയുടെ കരുത്തറിയിക്കുന്ന റോഡ് ഷോകളും വോട്ടാകുമെന്നാണ് പ്രതീക്ഷ. എല്ലാ വിഭാഗം ജനങ്ങളും ചേർന്ന തിരുവനന്തപുരം തീരദേശ പ്രദേശത്തുള്ള ഒരുപാട് മനുഷ്യരുണ്ട്, വളരെ പാവപ്പെട്ട ആളുകളുണ്ട്. എല്ലാം ചേർന്ന ഈ പ്രദേശവുമായി ബന്ധമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് എല്ലാ ആളുകളുമായിട്ടും പലതരത്തിലും ബന്ധപ്പെടാൻ കഴിയാറുണ്ട്. അതുകൊണ്ട് നല്ല പ്രതികരണമാണ്. ഞാൻ 2005 മത്സരിച്ച് ഇപ്പോൾ ഉണ്ടായതിനേക്കാളും കൂടുതൽ നല്ല പ്രതികരണം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ പിറ്റേ ദിവസം മുതൽ പ്രചരണ രംഗത്ത് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കളം പിടിച്ചിരുന്നു. കേന്ദ്രമന്ത്രി എന്ന ഗ്ലാമറും മണ്ഡലത്തിലെ BJPക്കുള്ള സ്വാധീനവും വോട്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ തവണത്തെ 2ാം സ്ഥാനം ഇത്തവണ 1ആക്കി മാറ്റാൻ വിട്ടുവീഴ്ചയില്ലാത്ത പ്രചരണമാണ് BJP നടത്തുന്നത്. ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പിലാക്കുവാൻ വേണ്ടി തികച്ചും യോഗ്യതയുള്ള, തികച്ചും അതിന് കഴിവുള്ള, പ്രവർത്തിച്ച എല്ലാ രംഗങ്ങളിലും വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയായിട്ട് BJP ദേശീയ നേതൃത്വം തന്നിരിക്കുന്നത്. സത്യത്തിൽ തിരുവനന്തപുരത്തെ ജനങ്ങളൊക്കെ തന്നെ ആ ഒരു മാനസികാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ നന്നായിട്ട് അദ്ദേഹം ജനങ്ങളെ എല്ലാം തന്നെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളുടെയും പ്രശ്നങ്ങൾ അദ്ദേഹം അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടെക്നോ പാർക്ക്, അതുപോലെ IT മേഖലയിൽ നിൽക്കുന്നവർ, എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും കണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശ്വപൗരനും കേന്ദ്രമന്ത്രിയും സൗമ്യനായ ജനകീയ മുഖവും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ ആവേശം ഇപ്പോൾ തന്നെ മണ്ഡലത്തിലുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ആവേശം വർദ്ധിക്കുമെന്നുറപ്പ്. എ.വി. ജയശങ്കർ, 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിൽ രാഷ്ട്രീയ ഇല്ലായ്മയാണ് വ്യക്തമാക്കുന്നതെന്ന് മന്ത്രി P. പ്രസാദ്. BJPക്ക് ബദലാകുമെന്ന് ആവർത്തിക്കുന്ന കോൺഗ്രസിന് ഇപ്പോഴും എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് അറിയില്ല. ആലപ്പുഴയിൽ ആര് വന്നാലും AM ആരിഫ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ആലപ്പുഴയിലെ സാഹചര്യം ഇടതുപക്ഷത്തിന് അനുകൂലമെന്നും P. പ്രസാദ് 24-നോട് പറഞ്ഞു. ഇത്തവണ അനായാസേന AM ആരിഫ് ആലപ്പുഴയിൽ വിജയിക്കും എന്നുള്ളതിനകത്ത് ഒരു തർക്കവും ആർക്കും വേണ്ട. KC വേണുഗോപാൽ അവിടെ രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമാണ് ഏറ്റവും പരമപ്രധാനമെന്നുള്ളത്. പക്ഷേ അവിടെ ആലപ്പുഴയുടെ മണ്ണിൻ്റെ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എല്ലാം കണക്കിലെടുക്കുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വലമായ വിജയം നേടാൻ കഴിയും. KC വേണുഗോപാലിന് രാഷ്ട്രീയം ഇല്ല എന്നുള്ളത് കൂടിയാണ് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് മനസ്സിലാവുന്നത്. BJPക്ക് എതിരായിട്ടുള്ള ഒരു വലിയ ബദൽ ഞങ്ങൾ തീർക്കുമെന്ന് ഒരു ജനതയെ വിശ്വാസത്തിലെടുക്കാൻ പാകത്തിലേക്ക് പ്രവർത്തനത്തെ സജ്ജമാക്കാനും പ്രവർത്തനത്തെ ക്രമീകരിക്കാനും പിന്നാരാനുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുന്നതേയില്ല. കോൺഗ്രസിൻ്റെ ഈ രാഷ്ട്രീയത്തെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയല്ല മറ്റ് പാർട്ടികളിൽ നിന്നുള്ള നേതാക്കൾ BJPയിലേക്ക് എത്തുന്നതെന്ന് BJP വിട്ട് CPIMൽ ചേർന്ന AK നസീർ. കേന്ദ്ര നേതൃത്വം കെട്ടിയിറക്കുന്നതാണ് ഇവരെ. അണികൾക്കിടയിൽ കടുത്ത അതൃപ്തിയുണ്ട്. ഇത്തവണയും BJPക്ക് കേരളത്തിൽ നിന്ന് സീറ്റ് ലഭിക്കില്ല. തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കാൻ സാധ്യതയില്ല. താൻ CPIMകാരനായി മാറിയെന്നും AK നസീർ പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ച് കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇന്ന് BJPയിൽ വരുന്ന ആളുകൾ മുഴുവൻ യഥാർത്ഥത്തിൽ കേരളത്തിലെ BJP ഘടകവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് BJPക്ക് വരുന്ന വിപത്ത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ BJP പ്രവർത്തകരുടെ അംഗീകാരം ഇവർക്ക് ആർക്കും കിട്ടാൻ പോകുന്നില്ല. പത്മജയ്ക്ക് കിട്ടില്ല, അനിൽ ആന്റണിക്ക് കിട്ടില്ല, PC ജോർജിന് കിട്ടില്ല, ഇവർക്ക് ആർക്കും കിട്ടാൻ പറ്റില്ല. കാരണം കേരള ഘടകത്തിൻ്റെ അംഗീകാരമില്ലാതെ കേന്ദ്രം കെട്ടിയിറക്കുന്ന നേതാക്കളാണ്.
സെലിബ്രിറ്റി എന്ന തീരത്തിൽ ഒരു ക്രൗഡ് പുള്ളറായിട്ട് സുരേഷ് ഗോപി ഉപയോഗിക്കാമെന്നല്ലാതെ സുരേഷ് ഗോപി ആത്യന്തികമായി ഒരു പൊളിറ്റീഷ്യൻ അല്ല, തീർച്ചയായിട്ടും ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു താരവുമല്ല. ട്രെയിൻ തടയൽ സമരവുമായി കർഷകർ. പഞ്ചാബിലെയും ഹരിയാനയിലെയും 60 ഇടങ്ങളിലാണ് കർഷകർ ട്രെയിൻ തടയുക. ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് പ്രതിഷേധം. അംബാലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രണ്ടാം കർഷക സമരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കൂടുതൽ കർഷകർ ഇന്ന് ഡൽഹിയിലെത്തും. ബസ്സിലും ട്രെയിനിലുമായാണ് കർഷകർ മാർച്ചിനായി ഡൽഹിയിലെത്തുക. അതേസമയം ശംഭു ഖനൌരി അതിർത്തികളിൽ കർഷകർ ട്രാക്ടറുകളുമായുള്ള സമരം ഇപ്പോഴും തുടരുകയാണ്. കേരള സർവകലാശാലയിലെ യുവജനോത്സവത്തിൽ വിധികർത്താക്കൾ കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ വിശദമായ അന്വേഷണം നടത്താനൊരുങ്ങി പോലീസ്. കൈക്കൂലി ആരോപണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിദ്യാർത്ഥികൾ പരാതിയുമായി എത്തിയതിനെ തുടർന്നാണ് വിശദമായ അന്വേഷണം നടത്തുന്നത്. ഇന്നലെ അറസ്റ്റ് ചെയ്ത ഷാജി, ജൊബേറ്റ്, സിബിൻ, സൂരജ് എന്നിവർ മുൻപും ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും. അതേസമയം സംഭവത്തിൽ തങ്ങളെ ബലിയാടാക്കിയെന്ന അഭിപ്രായമാണ് പ്രതികളുടേത്. പരാതികളിൽ ഉയർന്ന മാർഗംകളി മത്സരം വീണ്ടും നടത്താനുള്ള തീരുമാനത്തിൽ പ്രതിഷേധവുമായി കൂടുതൽ മത്സരാർത്ഥികൾ എത്താനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 6 ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ, തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. റംസാനെ വരവേൽക്കാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് ഇസ്ലാം മത വിശ്വാസികൾ. റംസാൻ ഒരുക്കത്തിന്റെ ഭാഗമായി നനച്ചുളി എന്നൊരു ചടങ്ങുണ്ട് വിശ്വാസികൾക്കിടയിൽ. എന്താണെന്നല്ലേ കാണാം. റംസാന് മുന്നോടിയായി ഒരു മാസത്തെ നോമ്പ് തുറക്കും അത്താഴത്തിനും ആവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കലാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. മറുവശത്ത് ശുചീകരണ പ്രവൃത്തിയും. വീടുകളിലെ ഫർണിച്ചറുകൾ, വാതിലുകൾ, ജനലുകൾ, ഉപകരണങ്ങൾ തുടങ്ങി വീട് മുഴുവൻ വൃത്തിയാക്കും. പൊതു അവധി ദിവസമാണ് ശുചീകരണത്തിനായി തിരഞ്ഞെടുക്കുന്നത്. പ്രായമായവരും കുട്ടികളും എല്ലാവരും ഇതിൽ പങ്കാളികളാകും. നനച്ചുളി എന്നാണ് ഒരു ദിവസത്തെ ഈ ശുചീകരണ പ്രവൃത്തിയുടെ പേര്. റമദാൻ്റെ മുന്നോടിയായിട്ട് ഒരു വീടും പരിസരമൊക്കെ വൃത്തിയായിട്ട് കൈ നന്നാക്കി ഒരു നനച്ചുളി എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ. അതിൻ്റെ ഒരു പരിപാടിയാണ്. പള്ളിയുടെ മുഖം മിനുക്കലും കാർപ്പറ്റുകൾ മാറ്റലും ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും തകൃതിയായി നടക്കുന്നുണ്ട്. വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പുകളും പുരോഗമിക്കുന്നുണ്ട്. 24 മലപ്പുറം. ഇനി സ്പോർട്സ് ന്യൂസ്. ഐ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഗോകുലം കേരള FC റിയൽ കശ്മീർ FC പോരാട്ടം. രാത്രി 7-ന് കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലാണ് മത്സരം. ഐ ലീഗിൽ നിലവിൽ ഗോകുലം 4-ാം സ്ഥാനത്തും റിയൽ കശ്മീർ 2-ാം സ്ഥാനത്തുമാണ്. ലീഗിൽ വമ്പൻ തിരിച്ചുവരവ് നടത്തി 2-ാം സ്ഥാനത്ത് നിൽക്കെ തുടർച്ചയായ 2 തോൽവികൾ നേരിട്ടതാണ് മലബാറിയൻസിന് വിനയായത്. ലീഗിലേക്ക് തിരികെ എത്താൻ ഗോകുലത്തിന് ഇന്നത്തെ മത്സരത്തിൽ ജയം അനിവാര്യമാണ്. ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തയാഴ്ചയോടെയെന്ന് സൂചന. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിന്റെ രാജി മുന്നൊരുക്കങ്ങളെ ബാധിക്കില്ലെന്ന് കമ്മീഷൻ വൃത്തങ്ങൾ. സംസ്ഥാന സന്ദർശന പരിപാടികൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും. വന്യജീവി ആക്രമണം തടയുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയമെന്ന് സിറോ മലബാർ സഭ. മാർ റാഫേൽ തട്ടിലിന്റെ ഇടയലേഖനം പള്ളികളിൽ. ക്രൈസ്തവ സമൂഹം രാജ്യത്ത് വിവേചനം നേരിടുന്നുവെന്നും പരാമർശം. ഏകീകൃത കുർബാന വിഷയത്തിൽ പിന്നോട്ടില്ലെന്നും പ്രഖ്യാപനം.